ഇന്ന് നമുക്ക് ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിലൊരു ചേനക്കറി ഉണ്ടാക്കാം. അതിനായിട്ട് ചെറിയൊരു കഷ്ണം ചേന ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളകും കൂടി കീറിയിട്ടെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിക്കാൻ വെക്കാം. ഏകദേശം ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ ചേന 1/4 ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തതിന് ശേഷം 2 സവാള നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒന്ന് അരച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറി വരുവോളം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇനി 2 തക്കാളി മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ചാക്കിയെടുക്കാം. ഇനി നമ്മൾ വെച്ചിട്ടുള്ള ചേന ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ചേനക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.